ഹല്ലേലൂയ. സന്തോഷത്തോടായിരിക്കുന്നുവോ? ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള എവിടാണ്? ദൈവ സാന്നിധ്യത്തിനകത്ത്. മറ്റെല്ലാം മറന്ന് കർത്താവിൻ്റെ സന്നിധി ഇരിക്കണം. ഹല്ലേലൂയ. അവിടെ നമുക്ക് സകലത്തെയും മറന്ന് സന്തോഷിപ്പാൻ വകയുണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ഒരു കുഞ്ഞു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. എടുക്കാമോ? വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാമത്തെ അധ്യായം അതിൻ്റെ 49-ാമത്തെ വാക്യം എടുത്തൊരാളെന്ന് വേഗത്തിൽ വായിച്ചേ. ലൂക്കോസ് 12-ാമത്തെ അധ്യായം അതിൻ്റെ 49-ാമത്തെ വാക്യം എടുത്തൊരാളെന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു? മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം അവിടെ ഇങ്ങനെ പറയുന്നേ, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു? കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ആര് പറഞ്ഞാന്നറിയാവോ? യേശു കർത്താവ് പറഞ്ഞതാ. ഹല്ലേലൂയ. പിശാച് പറഞ്ഞൊന്നുമല്ല. ആരാ പറഞ്ഞേ? യേശു കർത്താവ് പറഞ്ഞതാ. അതിൻ്റെ കൂടെ പറയുന്ന മത്തായിയുടെ സുവിശേഷം മറ്റൊരു ഭാഗത്ത് ഇത് പറയുന്ന ഭാഗത്ത് തന്നെ പറഞ്ഞു, ഞാൻ വാൾ വരുത്താൻ വന്നിരിക്കുന്നു, ഞാൻ ഛിദ്രം വരുത്താൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വീട്ടിൽ അമ്മായിയമ്മ മരുമകളോടും മരുമകൾ അമ്മായിയമ്മയോടും അപ്പൻ മകനോടും ഒക്കെ ഛിദ്രിച്ചിരിക്കും. ഹല്ലേലൂയ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവേ, സമാധാനത്തിൻ്റെ പ്രഭുവായ അങ്ങ് വന്നത് അല്ലെ ഛിദ്രം വരുത്താനാണോ? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? സുവിശേഷം നിമിത്തം പരസ്പരം വീടുകൾക്കകത്ത് പിണക്കമുള്ള കുടുംബങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ അത്? ഹല്ലേലൂയ. അമ്മ, പപ്പ, കുഞ്ഞ്, മകൻ, മകൾ ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ട് ഹല്ലേലൂയ വീടിനകത്ത് പിണക്കവും പരിഭവവും ഒക്കെ ഉള്ള കുടുംബങ്ങളുണ്ട്. ഹല്ലേലൂയ. അത് ഉദ്ദേശിച്ച കർത്താവ് പറഞ്ഞു, അല്ലാതെ മറ്റൊരു അർത്ഥത്തിലുള്ള ഹല്ലേലൂയ ഭിന്നതയോ യാതൊന്നും അല്ല സ്വർഗം പറയുന്നേ. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ഈ ഭാഗത്ത് പറയുന്നത് എന്തുവാ? കർത്താവ് പറയുക, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. തീയിടുവാൻ വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു തീ ഉണ്ടിനി. അത് ഏത് തീയാ? അത് ദഹിപ്പിക്കുന്ന തീ. ഒടുവിൽ ന്യായവിധിയുടെ. ഹല്ലേലൂയ. ആമേൻ. ഈ ഭൂമി മുഴുവൻ അഴിഞ്ഞു പോകുന്ന ഒരു തീയുണ്ട്. ആ തീയല്ല യേശു കർത്താവ് അപ്പ പറഞ്ഞൊരു കാര്യമാണ്. എപ്പോഴാ? 2000 വർഷങ്ങൾക്ക് മുൻപ് ഹല്ലേലൂയ ഈ ലോകത്തിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കലുള്ള മഹത്വം മുറുകെ പിടിക്കാതെ താൻ ഈ ലോകത്തിലേക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇറങ്ങി വന്നപ്പോ ജനത്തെ നോക്കിയിട്ട് യേശു കർത്താവ് പറയുക, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഏതാ ഈ തീ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് എന്തിനാ? തീയിട. ഇത് കർത്താവ് മാത്രമാണോ പറഞ്ഞത്? അല്ല. യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി സ്നാനം കഴിപ്പിക്കുന്നു, പക്ഷേ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാർ അഴിക്കുവാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല. ഹല്ലേലൂയ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ പറയുക, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. ആരാ? യേശു കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ മുൻപേ വന്ന, യേശു കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറയുന്നു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുക, നിങ്ങൾ വിചാരിക്കും പോലല്ല കാര്യം, ഞാൻ വന്നത് ഭൂമിയിൽ തീയിടുവാനാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏതാണ് ഈ തീ? ഹല്ലേലൂയ,
ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകനും യേശു കർത്താവും ഒരുപോലെ ഒരു തീയുടെ കാര്യം പറയുക. യോഹന്നാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. യേശു പറഞ്ഞു ഞാൻ വന്നത് ഭൂമിയിൽ തീയിടാൻ വേണ്ടി തന്നെ, എനിക്കത് ഒരു നാഴിക മുൻപേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് യേശു കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. ഈ തീ ഏതാണെന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ തീ ഏതാണെന്നറിയാമോ? ഈ തീയാണ് പരിശുദ്ധാത്മാവെന്ന്. ആമേൻ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ അസാധാരണമായ ശക്തി. ഹല്ലേലൂയ, ആമേൻ. യോഹന്നാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഒന്നാമത് പറഞ്ഞു അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. അത് നടന്നു എന്ന് ചോദിച്ചാൽ നടന്നു. എപ്പോഴാണെന്നറിയാമോ? ആദ്യം യേശു കർത്താവ് ശിഷ്യന്മാരോട് കൂടെ തന്നെ ഇരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരുടെ അടുക്കൽ വിളിച്ചിട്ട് അവരുടെ മേൽ ഊതി, ഹല്ലേലൂയ, ഊതിയിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ഹല്ലേലൂയ. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? പുറകിട്ടിരിക്കുന്നവർ ഞാൻ പറയുന്ന വാക്കുകൾ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. റിപ്ലൈ ഒന്നും ഇല്ലേ? മനസ്സിലാകുന്നുണ്ടോ? വ്യക്തമാകുന്നോ ഞാൻ പറയുന്നേ? ഹല്ലേലൂയ. ഒന്ന് യേശു കർത്താവ് പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ യോഹന്നാൻ പറയുക അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ആമേൻ. യേശു കർത്താവ് ഈ ഭൂമിയിൽ ശിഷ്യന്മാരോടൊപ്പം ആയിരുന്ന അതേ സമയത്ത് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് അവരുടെ മേൽ ഊതിയിട്ട് അവരോട് പറയുന്ന വാക്കിങ്ങനെയാണ്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. എന്ന് വെച്ചാൽ അവരിലേക്ക് പരിശുദ്ധാത്മാവിനെ ആര് പകർന്നു? യേശു പകർന്നു. പക്ഷേ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി നിങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, ഇത് മാത്രം മതി എന്ന് വെച്ചിരിക്കാനല്ല യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത്. ആമേൻ, തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാൻ വേണ്ടി തന്നാണ്. മറുവിലയായി തൻ്റെ ജീവനെ, ഹല്ലേലൂയ, ജനത്തിന് വേണ്ടി ക്രൂശിന്മേൽ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നിത്യയാഗമായി അർപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ച് അടക്കപ്പെടും. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് യേശു ഇവരെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. എന്തെന്നറിയാമോ? നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയാ? നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി. ഹല്ലേലൂയ. ആ വാഗ്ദത്തം എന്താണെന്നറിയാമോ? വെറും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയക്കും. ഹല്ലേലൂയ. അവരോട് പറയുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? ഈ തീക്ക് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് ഒരു ഭാഗത്ത് വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഞാൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ സകല ജാതികളെയും എങ്കലേക്ക് ആകർഷിക്കും. എങ്ങനെ ആകർഷിക്കുന്നറിയാമോ? ഈ തീ കൊണ്ട് ആകർഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയും, ഇതിനകത്ത് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. കർത്താവിന്റെ ഇഷ്ടമാ കർത്താവ് പറഞ്ഞേ, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ഹാളിനകത്തിരിക്കുന്ന, ഈ ചർച്ചിനകത്തിരിക്കുന്ന, ഈ ശബ്ദത്തിലൂടെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോട് പരിശുദ്ധാത്മാവിന് പറയാൻ ഇത് തന്നെയാണ്, ഞാൻ വന്നത് തീയിടാനാണ്. ഹല്ലേലൂയ. ഞാൻ വന്നത് തീയിടാനാണ്. ഇതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വന്നിട്ടുണ്ട്. കർത്താവ് പറയുക, ഞാൻ വന്നത് തീയിടാനാണ്. എനിക്ക് ആഗ്രഹം അതിപ്പോഴേ കത്തണമെന്ന്. ഇതിനകത്ത് തീയെ ചുമക്കുന്നവരുണ്ട്, അതറിയാം എനിക്ക്. ഹല്ലേലൂയ. എന്നിരുന്നാലും പറയാം, സ്വർഗം പറയാ, വന്നത് തീയിടാനാണ്. ഇന്ന് പകൽക്കാലം ആ തീക്ക് കോട്ടം വന്നെന്ന് തോന്നുന്നവർ, അഗ്നിക്ക്, ഹല്ലേലൂയ, ക്ഷീണം വന്ന് തോന്നുന്നവർ പറയണം, കർത്താവേ, ഞാൻ റെഡിയാ. അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിങ്ങളായിരിക്കുമ്പോൾ, നമ്മളായിരിക്കുമ്പോൾ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? നമ്മളിൽ ഓരോരുത്തരിലും ആ തീ കത്തണം. എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. എന്നിലും നിങ്ങളിലും ആ തീ എന്ത് ചെയ്യണം? കത്തണം. ആ തീ കത്തണം. അത് സാധാരണ തീയല്ല, ഇത് ആത്മാവിൻ്റെ തീയാണ്. ഹല്ലേലൂയ. ഇത് സാധാരണ തീയല്ല, ഇത് ആത്മാവിൻ്റെ തീയാണ്. ഈ തീ കത്തിയാൽ ചിലത് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തീ കത്തിയാൽ ചിലത് സംഭവിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്തത്, നമുക്ക് അസാധ്യമെന്ന് ചിന്തിക്കുന്നത്, നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ കണക്കുകൂട്ടുകൾക്ക് ഒതുങ്ങാത്ത ചിലത് ഈ തീ വന്നു കഴിഞ്ഞാൽ സംഭവിക്കും.
ഹല്ലേലൂയ. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഊതിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യനാ പത്രോസ്. ഹല്ലേലൂയ. പക്ഷേ മഹാപുരോഹിതന്മാരുടെ ഹല്ലേലൂയ പഠിക്കലോളം യേശുവിനെ ക്രൂശീകരണത്തിന് മുമ്പ് അനുഗമിക്കുമ്പോൾ പത്രോസിന്റെ നേരെ വന്ന ചോദ്യങ്ങൾക്കകത്തെല്ലാം പത്രോസ് പതറിപ്പോയി. പത്രോസ് പറഞ്ഞു, ഹല്ലേലൂയ, എനിക്ക് യേശുവിനെ അറിയത്തേയില്ല. ഹല്ലേലൂയ. ആ പത്രോസിനോട് യേശു പറയുക, നിന്റെ മേൽ ഇന്നലെ പകർന്നത് പോരാ, ചെന്ന് ഹല്ലേലൂയ ഞാൻ നിന്നോട് പറഞ്ഞ പിതാവിന്റെ വാഗ്ദത്തത്തിനായി ഒന്ന് കാത്തിരിക്ക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ജീവിതത്തിനകത്ത് പല പ്രശ്നങ്ങളും നേരിടുന്നവരുണ്ടാകാം, പല വിഷയങ്ങളും നിങ്ങളെ കുലുക്കി കളയുന്നുണ്ടാകാം. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, തീയുള്ളവൻ നിൽക്കും. പ്രശ്നങ്ങളുടെ മുമ്പിൽ തീയുള്ള മനുഷ്യൻ വീണുപോകാൻ നിൽക്കും. പ്രശ്നങ്ങളുടെ മുമ്പിൽ തീയെ ചുമക്കാൻ തുടങ്ങിയാൽ, തീ നമ്മുടെ ഉള്ളിൽ കത്താൻ തുടങ്ങിയാൽ, തീ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ചില പ്രശ്നത്തിന്റെ നടുവിൽ നിന്നെ തകർത്ത് കളയുമെന്ന് പ്രശ്നം പറയുമ്പോ നീ പറയും, നിനക്കെന്നെ അങ്ങനെ തകർക്കാൻ ഒക്കത്തില്ല. കാരണം ഞാൻ നിൽക്കുന്നത് സാധാരണ മനുഷ്യനായിട്ടല്ല, ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ തീയെ വഹിച്ചുകൊണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തീയെ വഹിച്ചുകൊണ്ട് സ്വർഗം ഇന്ന് പകൽക്കാലം സഭയ്ക്കകത്ത് അവൻ ഈ ശബ്ദത്തിന്റെ മുൻപിലായിരിക്കുന്ന വ്യക്തിയെ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാൻ തീയിടാനാ വന്നത്, അതൊന്ന് കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയും, കർത്താവേ, ലോകത്തിന്റെ പ്രതികൂലത്തിനോ രോഗത്തിനോ പ്രതിസന്ധിക്കോ തകർക്കാൻ കഴിയാത്തതുപോലെ അങ്ങയുടെ ആത്മാവിന്റെ തീ ഇന്ന് പകൽക്കാലം എന്റെ മേൽ കത്തണമേ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിനൊരു ദൂത് പറയാ, ഈ തീ വന്നാൽ നിന്നോട് അടുക്കുവാൻ പിശാച് ഭയക്ക്. ഈ തീ വന്നാൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലതിനെ നിന്നിൽ കിടക്കുന്ന തീയാൽ നിനക്ക് ജയിക്കാൻ കഴിയും. എത്ര പേർക്ക് ഈ വചനം കിട്ടുന്നു? അവര് പറഞ്ഞ, കർത്താവേ, ഇന്ന് പകൽക്കാലം എന്റെ മേൽ തീയയക്കണം, ഇന്ന് പകൽക്കാലം ഈ തീയാൽ ഞാൻ ബലപ്പെടണം, ഇന്ന് പകൽക്കാലം ഈ തീയാൽ ഞാൻ ശക്തിപ്പെടണം. എനിക്ക് വിരോധമായി നിൽക്കുന്ന ശത്രു മണ്ഡലങ്ങളോട് ആമേൻ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുവാൻ ദൈവത്തിന്റെ തീയാൽ എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ തീയ വഹിച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്. എത്ര കൂട്ടമായി ശത്രു വന്നാലും ഈ തീ കൊണ്ട് ശത്രു നിന്നെ തൊടത്തില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുമോ എന്നെ നിങ്ങൾക്ക്? അല്ല, ഈ തീ ഉണ്ടോ അവൻ കൂട്ടമായി ശത്രു വരുമായിരിക്കുക, പക്ഷെ അവൻ പറയാ, തീയുള്ളവന്റെ നേരെ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. പാരമ്പര്യ മണ്ഡലമോ ദേശത്തിന്റെ ആധിപത്യമോ രോഗമോ എന്തോ ആയിക്കൊള്ളട്ടെ, ഈ തീ നമ്മുടെ മേൽ കത്താൻ തുടങ്ങിയാൽ ശത്രു പറയാ, അയ്യോ, ഇവനിൽ എനിക്ക് നിൽക്കാൻ ഒക്കത്തില്ല. ശരീരത്തിൽ ശത്രുവിന്റെ ഏതെങ്കിലും അവൻ ബലഹീനതകളോ അവന്റെ ഏതെങ്കിലും തന്ത്രങ്ങളോ നിങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾ ആത്മാവിൽ തിരിച്ചറിയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ, പപ്പാ, ഇന്ന് പകൽക്കാലം അസാധാരണമായ തീ എന്റെ മേൽ പകരണമേ. ഇത് പറയാൻ തുടങ്ങുമ്പോ നിനക്ക് വിരോധമായി കിടക്കുന്ന ചില ശത്രു മണ്ഡലങ്ങൾ വിറയ്ക്കാൻ തുടങ്ങുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധമോ ചോദിക്കുക, നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിന്റെ മണ്ഡലത്തോട് തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുവാൻ ആരെങ്കിലും ഇതിനകത്തായിരിക്കുന്നെങ്കിൽ ജയിപ്പിക്കുവാൻ ദൈവത്തിന്റെ തീ ഇന്ന് പകൽക്കാലം നിന്നെ സ്പർശിക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം ചിലതിനെ ജയിപ്പാൻ അസാധാരണമായ ദൈവത്തിന്റെ ശക്തി നിങ്ങളെ ബലപ്പെടുത്താൻ പോവുക. ചിലതിനോട് തുറന്ന യുദ്ധം പ്രഖ്യാപിക്കണം. ആമേൻ. ഇന്നലെ വരെ നിങ്ങൾക്ക് വിരോധമായി ഒളിഞ്ഞും തൊളിഞ്ഞും നിന്നതാ. പറയണം, പിശാചേ, നിനക്ക് നീ വിചാരിച്ചത് എനിക്ക് നിന്നെ മനസ്സിലാകത്തില്ലെന്ന. എൻ്റെ സന്തോഷത്തെ കെടുത്താൻ, എൻ്റെ ആരോഗ്യത്തെ കെടുത്താൻ, എൻ്റെ സമ്പത്തിനെ കെടുത്താൻ, എൻ്റെ കുടുംബത്തെ തകർക്കാൻ, ഞങ്ങളെ ഹല്ലേലൂയ നിമ്മയാക്കി മാറ്റുവാൻ നീ ഇട്ട സകല പദ്ധതികളോട് ഇന്ന് പകൽക്കാലം ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുക. എൻ്റെ ശക്തിയിൽ നിന്നിട്ടല്ല, അവൻ എന്നിലേക്ക് പകരുന്ന ദൈവത്തിൻ്റെ അഗ്നിയിൽ ആശ്രയിച്ചുകൊണ്ട് എന്നിലേക്ക് പകരുന്ന ദൈവത്തിൻ്റെ അഗ്നിയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാനൊരു തുറന്ന യുദ്ധത്തിനിറങ്ങും.
ആമേൻ, ആമേൻ, ആമേൻ. ഈ തീ വന്നാ പിന്നെ യുദ്ധം നിങ്ങളുടേതല്ല, തീ വന്നാ പിന്നെ യുദ്ധം തീയുടേതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ യുദ്ധം നിങ്ങളുടേതായിരിക്കത്തില്ല, യുദ്ധം ആരുടേതായിരിക്കും? നിങ്ങൾ വ്യാപരിക്കുന്ന തീയുടേതായിരിക്കും. ഈ തീക്ക് ചില പ്രത്യേകതകളുണ്ട്. ആമേൻ. ഈ തീക്ക് ഒന്നാമത്തെ പ്രത്യേകത ഇത് ശുദ്ധീകരിക്കും. ആമേൻ, ഹല്ലേലൂയ. തീ എന്ത് ചെയ്യും? നമ്മളിലേക്ക് തീ വ്യാപരിച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ തീ ശുദ്ധീകരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായം നിങ്ങൾ എടുക്കണ്ട, ഞാൻ പറഞ്ഞു തരാം ഭാഗം, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചുകൊണ്ടാൽ മതി. 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം എന്നുള്ള വായിക്കുമ്പോൾ വചനം പറയുന്നു, ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന ഒരു സിംഹാസനത്തിൽ നിന്നുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പ്രത്യക്ഷനാകുക. ഹല്ലേലൂയ. ആ പ്രകാശം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്റെ മേൽ വന്നടിക്കുമ്പോൾ ആ പ്രകാശത്തിന്റെ മറവിൽ തന്നെ പ്രവാചകൻ എന്താ പറയാ, ആമേൻ, ആ പ്രകാശത്തെ തന്നെ ഒന്ന് കാണുക. നോക്കുമ്പോ തനിക്ക് മനസ്സിലായി കുറവുണ്ട്. ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ജനത്തിന്റെ മുമ്പിലാണ് ഞാൻ, നടുവിലാണ് ഞാൻ വസിക്കുന്നേ. ഹല്ലേലൂയ. അദ്ദേഹം ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. കർത്താവ് പറയുക, അല്ലയോ യെശയ്യാവേ, നിന്നിലുള്ള അരിഷ്ടതയെ മാറ്റുവാൻ, നിന്നിലുള്ള പാപത്തെ മാറ്റുവാൻ, നിന്നിലുള്ള അശുദ്ധിയെ മാറ്റുവാൻ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്. അത് ആമേൻ മറ്റൊന്നുമല്ല, ദൂതനോട് പറയുക പോരെ. അല്ല, ഇദ്ദേഹം വന്നു ഒരു കൊടിൽ കൊണ്ട് ആ യാഗപീഠത്തിൽ കത്തിക്കൊണ്ടിരുന്ന തീക്കകത്തുനിന്ന് ഒരു കനലെടുത്ത് കൊണ്ടുവന്ന് യെശയ്യാ പ്രവാചകന്റെ നാവിനെ തൊടുവിച്ചു. ഓ, ഹല്ലേലൂയ. തീക്കുള്ള പ്രത്യേകത ഇത് ശുദ്ധീകരിക്കുന്നതാണ്. ഈ തീ നാവിന്മേൽ തൊട്ടപ്പോ വചനം പറയുന്നു, തൊട്ടടുത്ത് ദൈവം പറയുക, ഇത് നിന്റെ നാവിനെ തൊട്ടതുകൊണ്ട് നീ ശുദ്ധിയുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. ഒന്ന് തീ വന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ശുദ്ധീകരണം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധീകരണം വന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് ചോദിച്ചു നോക്കണം, ആത്മാവ് വന്നിട്ടും ശക്തി വന്നിട്ടും എന്തുകൊണ്ട് എന്നിൽ ശുദ്ധീകരണം വന്നില്ല എന്ന്. അവിടെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധാത്മാവ് വന്നോ നിന്റെ നാവ് ശുദ്ധീകരിക്കപ്പെടും. കുറ്റം പറയാൻ കൂടത്തില്ല, ചീത്ത വാക്ക് പറയാൻ വരത്തില്ല, ദൈവഹിതമില്ലാത്തടത്തോട് ചിന്ത പോകത്തില്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കും, ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കും. ദൈവഹിതമില്ലാത്തത് ഉപയോഗിക്കാൻ കൈ നീളത്തില്ല, മനസ്സൊരുങ്ങത്തില്ല. എങ്ങനാണെങ്കിൽ ദൈവത്തിൻ്റെ തീ വന്നാൽ ഒന്നാമത്തെ കാര്യം ശുദ്ധീകരണം വരും. ഒന്ന് സ്വഭാവത്തിൽ, സ്വഭാവ രീതികളിൽ, പ്രവർത്തികളിൽ. 2 ശരീരത്തിന്മേൽ കിടക്കുന്ന രോഗങ്ങളിൽ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് രോഗമുള്ളവരെല്ലാം ശുദ്ധീകരണം ഇല്ലാത്തവരെന്നല്ല ഞാൻ പറയുന്നേ. ഓരോന്നിനോരോ കാരണമാണ്. പാപം കൊണ്ട് രോഗം വന്നതുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ക്രമീകരണങ്ങൾ വരാൻ വേണ്ടി രോഗം വന്നതുണ്ടെങ്കിൽ ഒക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. പൊതുവെ രോഗത്തിൻ്റെ മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങിയ ശുദ്ധീകരണം വരണം. ഹല്ലേലൂയ. പിന്നെ ചിലത് നീണ്ടുപോകുന്നതിന് അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വേറെ പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടാകാം. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ കിടക്കുന്ന ചില രോഗങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ കിടക്കുന്ന ചില രോഗബന്ധനങ്ങളെ അഴിക്കുവാൻ ഈ തീക്ക് കഴിയും. പിശാച് കൊണ്ടിട്ട രോഗമാണെങ്കിൽ അതിനെ തകർക്കുവാൻ ഈ തീ വന്നാൽ മതി. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10:17 അവിടെ ഇങ്ങനെ പറയുന്നു, തീ വന്നിട്ടുണ്ടോ മുള്ളും പറക്കാരെയും ദഹിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തിൽ വിരോധമായി ശത്രു കൊണ്ടിട്ടിരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകൾ, നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി ശത്രു കൊണ്ടിട്ടിരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകൾ ദൈവത്തിന്റെ തീ ഇറങ്ങുമ്പോൾ കരിഞ്ഞു പോകും. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ, അങ്ങയുടെ തീ എൻ്റെ മേൽ ഇറങ്ങുമ്പോൾ എനിക്ക് വിരോധമായി ശത്രു വിട്ടിരിക്കുന്ന സകല രോഗങ്ങളും ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളെയും സ്വർഗം കരിച്ചു കളയണമേ എന്ന് ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഒരു ശക്തിയേറെ അഭിഷേകത്തിന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാനൊരു ഭാഗം പറഞ്ഞു തരാം. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾക്കറിയാം, ജന്മനാലുള്ള വിക്കൊക്കെ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പാസ്റ്റർ ബെന്നി ഹിൻ എന്ന് പറയുന്ന ഒരു അഭിഷേകത്തിനെ കുറിച്ച്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിന്റെ അനുഭവത്തെ അദ്ദേഹം പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം, ഈ ശുദ്ധീകരണം നടക്കുമ്പോൾ തന്നെ രണ്ടാമത് അതിന്റെ കൂടെ ചേർന്ന് വരുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഈ തീയിലേക്ക് ആമേൻ ജനം ആകർഷിക്കപ്പെടും. ഹല്ലേലൂയ. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ ആമേൻ ഹല്ലേലൂയ ഈ ബെന്നി ഹിൻ സാധാരണ ഒരു മനുഷ്യ, ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള പാരമ്പര്യമായ ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിലുള്ള മനുഷ്യനായിരുന്നു ഈ ബെന്നി ഹിൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇദ്ദേഹം തൻ്റെ കൂട്ടുകാരനുമായി ചേർന്ന് ഒരിക്കൽ തൻ്റെ കൂട്ടുകാരൻ ഒത്തിരി തവണ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചർച്ചിനകത്തേക്ക് പോവുക. ചർച്ച് ആമേൻ ഏതാണെന്ന് ചോദിച്ചാൽ കാതറിൻ കൂൾമാൻ എന്ന് പറഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ അന്നത്തെ കാലത്ത് ശക്തിയോടെ ദൈവം ഉപയോഗിച്ചിരുന്ന ഒരു സഹോദരി. ഹല്ലേലൂയ. ഈ ബെന്നി ഹിന്നിന്റെ ശുശ്രൂഷയുടെ ആരംഭം, ഇദ്ദേഹത്തിലേക്ക് അഭിഷേകത്തിന്റെ പകർച്ച വന്നത് ഈ കാതറിൻ കൂൾമാനിൽ നിന്നാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ സഹോദരിയെ കുറിച്ച് പറയുന്നു, ഇവർ ശുശ്രൂഷിച്ചിട്ട് ആമേൻ ഫ്രണ്ടിൽ കൂടെ പോകത്തില്ല, പോയാൽ ആൾക്കാർ വിടത്തില്ല, പുറകിലൂടെ എന്ന് വെച്ചാൽ പാചകം ചെയ്തുകൊണ്ടിരുന്ന പാചകപ്പുരയ്ക്കകത്തൂടെ ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ പാചകം ചെയ്തുകൊണ്ടിരുന്ന സഹോദരിമാർ തെറിച്ചു വീഴും. അത്രത്തോളം അഭിഷേകം ചലിച്ചിരുന്ന ഒരു സഹോദരിയായിരുന്നു കാതറിൻ കൂൾമാൻ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഈ അഭിഷേകത്തിന്റെ മീറ്റിങ്ങിന് ഈ ബെന്നി ഹിൻ വരികയാണ്. ഹല്ലേലൂയ. വരാൻ വേണ്ടി കൂട്ടുകാരൻ വിളിച്ചാൽ പറഞ്ഞു, നമുക്ക് നാളെ സൺഡേ ചർച്ചിൽ പോകാം. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ആമൻ രാവിലെ മീറ്റിംഗ് തുടങ്ങുന്നത് 8 മണിക്കാണെങ്കിൽ ആമൻ നമ്മൾ 5 മണിക്ക് അവിടെ എത്തിയാലേ സീറ്റ് കിട്ടത്തുള്ളൂ. കർത്താവേ, എന്നാ നമ്മുടെ ചർച്ചിനെ അങ്ങനെ ആകുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കും. ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോട് പറയും, കർത്താവേ അങ്ങനെ ആരെന്നെ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ മീറ്റിങ്ങിന് പാസ്റ്റർ അല്പം ലേറ്റായി പോയാലേ പരിഭവം പറയുന്നവർ ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. നിങ്ങളുടെ പരിഭവത്തിന് കാരണമുള്ളത് കൊണ്ട് ഞങ്ങൾ മിണ്ടില്ല. ഹല്ലേലൂയ. ആമേ. നിങ്ങൾ പറയും നിങ്ങൾ നേരത്തെ, നമുക്ക് കുറച്ച് സമയമൊക്കെ ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യുക പറയാൻ ഭയങ്കര സങ്കടമാണ്. 1:30 മണി എന്നുള്ളത് ഒരു 10 മിനിറ്റ് കൂടെ ആയിപ്പോയാൽ പാസ്റ്റർക്ക് സമയത്തിന് മീറ്റിംഗ് നിർത്താനും അറിയുകയില്ല. ഹല്ലേലൂയ എന്നൊക്കെ പറയും നമ്മൾ. കുഴപ്പമില്ല, നിങ്ങൾ കുഴപ്പമില്ല, ഞാൻ സാരമില്ല, ആമേൻ, പറയാതിരുന്നാൽ കൊള്ളാം, നമുക്കൊരു സന്തോഷം. നിങ്ങൾ അങ്ങനെ കുറ്റം പറയുന്നില്ലെന്ന് കേൾക്കുമ്പോൾ ഒരു മനസമാധാനം. കുഴപ്പമില്ല, സമയം നീണ്ടുപോയാലും പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ താല്പര്യമുള്ള ഒരു കൂട്ടം പേരുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് തോന്നുന്നൊരു ആശ്വാസമുണ്ട്. കർത്താവ് അങ്ങനെ ഒരു സഭയായി നമ്മളെ നിർത്തട്ടെ. 4 മണിയായാലും പാസ്റ്റേ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തോളൂ, ഞങ്ങൾ ഇരിക്കാൻ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കാൻ റെഡിയെന്ന് പറയുന്ന ഒരു തലമുറയായി സ്വർഗം GGM-നെ എഴുന്നേൽപ്പിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹമാണ് ഞാൻ കർത്താവിനോട് പറഞ്ഞത്. ദൈവം അങ്ങനെ ചെയ്യും. ഹല്ലേലൂയ. ഓക്കെ. അവൻ ഇവർ എത്ര മണിക്ക് വരുമെന്ന് അറിയാമോ? അദ്ദേഹം പറഞ്ഞു 5 മണിക്ക് ചെന്നാലേ സീറ്റ് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ഇദ്ദേഹം ചോടാ, ഇതെന്തോ ഒരു ചർച്ച. ആമേൻ. 8 മണിക്ക് മീറ്റിംഗ് തുടങ്ങിയാൽ 5 മണിക്ക് പോകണം മീറ്റിങ്ങിന്, സീറ്റ് കിട്ടണമെങ്കിൽ. ഹല്ലേലൂയ. ഇദ്ദേഹം ചുമ്മാതെ ആമേൻ നമ്മുടെ ഭാഷ പോലെ തള്ളുക എന്ന് വിചാരിച്ചു. ആമേൻ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുക എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പറഞ്ഞ് രാവിലെ 5 മണിക്ക് മീറ്റിങ്ങിന് പോവുക. നോക്കുമ്പോഴുണ്ട് ചർച്ച് തുറന്നിട്ടില്ല. ഹല്ലേലൂയ. ഇവിടെ ചർച്ച് തുറന്നിട്ട് പാസ്റ്റർ നോക്കണം എത്ര മണിക്ക് പാസ്റ്റർ താമസിച്ചല്ലേ എത്തുള്ളൂ. ആമേൻ. അസിസ്റ്റന്റ് പാസ്റ്റർ നോക്കണം, ആദ്യത്തെ വിശ്വാസി വന്നോ, രണ്ടാമത്തെ വിശ്വാസി വന്നോ. ഹല്ലേലൂയ. ചർച്ച തുറന്നിട്ടില്ല, പക്ഷെ വെളിയിൽ ആൾക്കാർ ക്യൂ നിൽക്കുക. എന്തിനറിയാമോ? ചർച്ചിനകത്തോട്ട് കയറാൻ. ദൈവത്തിന് അതിശയമായി. ഈ ചർച്ചിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ശരീരത്തിൽ ഒരു ഷിവറിങ് വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ചർച്ചിൻ്റെ എനിക്ക് 1 മണിക്കൂർ കണ്ട കഴിഞ്ഞപ്പോൾ ചർച്ച് തുറന്നു. ആൾക്കാരെല്ലാം ഇടിച്ചു കയറുക ചർച്ചിനകത്തോട്ട്. നമ്മൾ ഈ തള്ളൽ ഒരിടത്ത് മാത്രമേ കാണത്തുള്ളൂ. എവിടെയെന്നറിയാമോ? നിങ്ങൾ പറയും, നിങ്ങൾ പറയത്തില്ല. ഈ കല്യാണത്തിന് പോകുമ്പോ സമയത്തിന് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി നമ്മൾ ചെന്ന് ഡോറിന്റെ അടുത്തൊരു നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ആര് വന്നാലും ഇല്ലേലും ഫസ്റ്റ് സീറ്റ് എനിക്ക്. ഹല്ലേലൂയ. അവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. ബിവറേജസിൽ പോയിട്ടില്ല, അതുകൊണ്ട് കണ്ടിട്ടില്ല. ഹല്ലേലൂയ. പിന്നെ വേറെ സിനിമ തിയേറ്ററിലും പോയിട്ടില്ല. ഹല്ലേലൂയ. ഇപ്പൊ പോയില്ല, കുഞ്ഞുനാളുകളിൽ ആമേൻ കുഞ്ഞിലെ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ അറിവായതിനു ശേഷം ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് അവിടുത്തെ തള്ളലൊന്നും എനിക്ക് അറിയത്തില്ല. ഒറ്റ തള്ളലെ അറിയാവുന്നത് കല്യാണ വീട്ടിൽ തള്ളല. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ എല്ലാവരും കൂടെ ഇടിച്ചിട്ട് ചർച്ചിനകത്തോട്ട് കയറി. ഹല്ലേലൂയ. വല്ലവനെ ഓടി ചെന്നിട്ടും സീറ്റ് കിട്ടിയത് 3ാമത്തെ റോയിലാണ്. പക്ഷെ അന്ന് പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തെ തൊട്ടു. അസാധാരണമായ ഒരു അഭിഷേകം ഇദ്ദേഹത്തിന്റെ മേൽ വന്നു. ഹല്ലേലൂയ. അസാധാരണ ഒരു തീ. ഹല്ലേലൂയ.
അദ്ദേഹത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹം വീട്ടിലോട്ട് പോയി. വീട്ടിലറിഞ്ഞു ഇദ്ദേഹം മീറ്റിങ്ങിന് പോകണ്ടെന്നുണ്ടെന്ന്. വീട്ടിനകത്ത് പപ്പ ഭയങ്കര പ്രശ്നമായി. വീട്ടിനകത്ത് പറഞ്ഞു, ഒറ്റ മനുഷ്യൻ ബെന്നിയോട് മിണ്ടാൻ പാടില്ല, എല്ലാവരോടും പപ്പ വിലയ്ക്ക് മിണ്ടാൻ പാടില്ല, സമയത്ത് ഭക്ഷണം കൊടുക്കും, പക്ഷെ ഒറ്റ മനുഷ്യന് ബെന്നിഹിനോട് മിണ്ടാൻ അനുവാദമില്ല. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒരു വീട്ടിനകത്ത് ആരും മിണ്ടാതെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. ഇദ്ദേഹം ഒറ്റയ്ക്കായി. പക്ഷെ എന്ത് ചെയ്യുന്നറിയാമോ? നിരാശപ്പെട്ടില്ല. ആരും സംസാരിച്ചില്ലാലും കുഴപ്പമില്ല, സംസാരിപ്പാൻ സന്നദ്ധനായി നിൽക്കുന്ന പരിശുദ്ധാത്മാവിനോട് ഇദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. റൂമിനകത്തോട്ട് കയറി വാതിലടയ്ക്കും, മണിക്കൂറുകൾ പരിശുദ്ധാത്മാവുമായി സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ പോലും മാറ്റിമറിച്ചു. ഹല്ലേലൂയ. എന്നാണെങ്കിലോ അയ്യോ എന്നോട് ആരും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് റൂമിനകത്തല്ല നമ്മൾ ഇരിക്കുക, നാട് മുഴുവൻ നടന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും. ഹല്ലേലൂയ. എന്നാലും കർത്താവിനോട് പറയത്തില്ല. ഹല്ലേലൂയ. എന്നോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട് ഞാൻ പറയും, ആരും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മിണ്ടാൻ റെഡി ആയിട്ട് ഒരാളുണ്ട്, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വാതിലടയ്ക്ക, ആമേൻ, മുഴങ്കാൽ മടക്ക, പ്രാർത്ഥിക്ക. നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോ നിനക്ക് അന്നുവരെ ലോകം തന്നിട്ടില്ലാത്തതും ലോകത്തിന് തരാൻ കഴിയാത്തതുമായ സന്തോഷവും ഒരു കൂട്ടായ്മയും തരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ബെന്നിഹീൻ ഇത് അനുഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന 8-10 മണിക്കൂറൊക്കെ ഒരേപോലെ ഇരുന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും. താൻ റൂമിനകത്തുനിന്ന് വെളിയിലോട്ട് വരുമ്പോ ഒരു തവണ അമ്മ വന്ന് ഫുഡ് കഴിക്കാൻ റൂമിന് ഡോറിൽ തട്ടി. പുറത്ത് അമ്മ ക്ലീൻ ചെയ്തോണ്ട് നിൽക്കുക. ഹല്ലേലൂയ. ഇത് റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോ ക്ലീൻ ചെയ്തോണ്ടിരുന്ന അമ്മ ഒരു സൈഡില് ക്ലീൻ ചെയ്തോണ്ടിരുന്ന ചൂല് വേറൊരു സൈഡില്. പരിശുദ്ധാത്മ വന്നപ്പോ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അദ്ദേഹത്തോട് കൂടെ പുറത്തിറങ്ങി. ഉടനെ ഇവരെന്ത് ചെയ്തു? തിരിച്ചുപോയി. ഹല്ലേലൂയ. ഓ, ഇതൊക്കെ കേരളത്തിൽ നടക്കണം, അതൊക്കെ വരും. ഹല്ലേലൂയ. ഭയങ്കരമായ ദൈവ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർക്ക് അപ്പോഴൊന്നും അതിന്റെ കാര്യം മനസ്സിലായില്ല. ഇദ്ദേഹത്തെ സാക്ഷ്യം പറയാനായി ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഇവർ പോയ ചർച്ചിൽ അതുപോലെ ആമേൻ മറ്റുള്ള ചർച്ചുകളിലൊക്കെ വിളിക്കാൻ തുടങ്ങി. ഇദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇവർ പോലും അറിയാതെ ഒരു കാര്യം സംഭവിച്ചു. ഇദ്ദേഹത്തിൻ്റെ വിക്ക് മാറി. വീട്ടുകാർക്ക് അറിയത്തില്ല, കാരണം വീട്ടുകാർ സംസാരിക്കത്തില്ല ഇദ്ദേഹത്തോട്. ഹല്ലേലൂയ. ഇദ്ദേഹം ആമേൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഒന്നിലും ഫോട്ടോയോ പേരോ കൊടുക്കത്തില്ല, കാരണം വീട്ടിലറിഞ്ഞ പ്രശ്നമാണ്. വല്ല ആണ്ടിലൊരിക്കൽ കഷ്ടപ്പെട്ട വീട്ടിൽ നിന്ന് പുറത്ത് ചാടുന്ന മീറ്റിങ്ങിന് പോകാൻ. ഹല്ലേലൂയ. വല്ലപ്പോഴും ഒരിക്കൽ താൻ പറഞ്ഞു, ഹല്ലേലൂയ, താൻ ആരോടും പറഞ്ഞില്ല. ഒരിക്കലും ഒരു മീറ്റിങ്ങിന് തന്നെ വിളിച്ച് ദൈവത്തിൻ്റെ അഭിഷേകൻ ഇദ്ദേഹത്തിൻ്റെ പെർമിഷൻ ചോദിക്കാതെ ഫോട്ടോയും പേരും ഒക്കെ വെച്ച് നോട്ടീസ് അടിച്ചു. ഇതെങ്ങനെയോ ഇത് പപ്പയുടെ കയ്യിലെത്തി. ഇദ്ദേഹം വിചാരിച്ചു ദൂരെയുള്ളവരാണല്ലോ, അതുകൊണ്ട് പപ്പ അറിയത്തില്ല. ഇതെങ്ങനെയോ പപ്പയുടെ കയ്യിലെത്തി. ഹല്ലേലൂയ. പപ്പ പറഞ്ഞു, ഇവൻ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ എനിക്കൊന്ന് കാണണം. ഇത് ബെന്നിഹിൻ അറിയുന്നില്ല. പുള്ളി കൂളായിട്ട് ആമേൻ സാധാരണ പോകുന്നത് പോലെ എക്സ്ക്യൂസും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി മീറ്റിംഗിൽ ചെന്ന് ഫ്രണ്ട് ആമേൻ സീറ്റിൽ ആമേൻ പാസ്റ്റേഴ്സിനുള്ള സ്ഥലത്തിരുന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് അല്ലെ ഫ്രണ്ട് റോയിൽ തൻ്റെ പപ്പയും അമ്മയും സഹോദരങ്ങളൊക്കെ ഇരിക്കുക. മുട്ടുകാർ വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം അടുത്തിരുന്ന പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്കിന്ന് പ്രസംഗിക്കാൻ ഒക്കത്തില്ല. ആമേൻ, എൻ്റെ പപ്പ ഫ്രണ്ടിലിരിക്കുക. ആമേൻ, രണ്ടും കൽപ്പിച്ച വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഞാൻ പ്രസംഗിക്കത്തില്ല. പാസ്റ്റർ പറഞ്ഞു, ഇനിയിപ്പോൾ വേറെ ആരോടും പറയാൻ പറ്റത്തില്ല, ബെന്നി തന്നെ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കണ്ണു അടച്ചു പിടിച്ചോണ്ട് സ്റ്റേജിൽ കയറി. ഹല്ലേലൂയ. ഫ്രണ്ടിൽ പപ്പയെ നോക്കാതെ അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. അസാധാരണമായ ചലനമുണ്ടായി, അസാധാരണമായ വിടുതലുകൾ സംഭവിച്ചു. ഇതെല്ലാം കണ്ടിരുന്ന പപ്പയ്ക്ക് അതിശയമായി. ഹല്ലേലൂയ. മീറ്റിംഗ് കഴിഞ്ഞു, ആശീർവാദം പറഞ്ഞു. ബെന്നിക്ക് മനസ്സിലായി ഇന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റത്തില്ല, അടിയുണ്ടാകും, പ്രശ്നം ഉണ്ടാകും. ബെന്നിഹീൻ വിചാരിച്ചു, വീട്ടിലൊരു കാര്യം ചെയ്യാം, എല്ലാവരും ഉറങ്ങിയതിന് ശേഷം വീട്ടിൽ പോയി നോക്കാം. ഇദ്ദേഹം വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. പപ്പയും അമ്മയും കുടുംബങ്ങളും ഉറങ്ങുന്ന സമയത്തിനും 1 മണിക്കൂറും കൂടെ ഒത്തിരി ലേറ്റായിട്ട് ഇദ്ദേഹം തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഹല്ലേലൂയ, ഇദ്ദേഹം വിചാരിച്ചു എല്ലാവരും ഉറങ്ങിക്കാണുമെന്നാ. നേരെ ചെന്ന് ഹാളിൽ കയറുമ്പോൾ പപ്പയും അമ്മയും സഹോദരങ്ങളും എല്ലാവരും സെറ്റിയിൽ നിരന്നിരിക്കുക. അദ്ദേഹം പെട്ടു. ഹല്ലേലൂയ. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ചാടി എഴുന്നേറ്റ് ഓടി വന്നിട്ട് മോനോട് പറയുക, നീ പ്രസംഗിച്ച യേശുവിനെ എനിക്കും വേണം. ഹല്ലേലൂയ. അതിന് പറഞ്ഞ റീസൺ എന്താണെന്നറിയാവോ? ഇദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഈ അപ്പ പറയുക, ഒന്നാമതേ വിക്കന, സംസാരിക്കാൻ പറ്റത്തില്ല. ഇനി എന്നെ കൂടെ കണ്ട ഇവൻ്റെ വാക്കകത്ത് ഒരൊറ്റ വാക്ക് പോലും പുറത്തു വരത്തില്ല. ഈ ചിന്തയിൽ ആ പപ്പ ചെന്ന് ഫ്രണ്ടിലിരുന്നേ. ഹല്ലേലൂയ.
പക്ഷേ സംഭവിച്ചത്, ഇദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയെ തട്ടിയിട്ട് പപ്പ പറയുക, ഇതെൻ്റെ നമ്മുടെ മോൻ ബെന്നിഹിനല്ല, അവന് സംസാരിക്കാൻ അറിയത്തില്ല, അവൻ സംസാരിക്കുമ്പോൾ വിക്കൊണ്ട്, ഇത് നമ്മുടെ മോനല്ല. ഹല്ലേലൂയ, ആമേൻ. ആ മനുഷ്യൻ പറയുക, നീ പ്രസംഗിക്കുന്ന യേശുവിനെ ഞങ്ങൾക്കും വേണം. ഹല്ലേലൂയ. കുടുംബമായി രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞേ, ഒന്ന് ശുദ്ധീകരണം സംഭവിക്കും. അത് രോഗമായിട്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ മേൽ കിടന്ന വിക്കായിരുന്നു. ഈ തീ ചലിക്കാൻ തുടങ്ങിയപ്പോൾ വിക്ക് മാറി. 2, ഒരിക്കലും മാനസാന്തരപ്പെടത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കുടുംബത്തെ കൂടെ ആകർഷിച്ച് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിന് വിരോധമായി കിടക്കുന്ന മണ്ഡലങ്ങളെ നിങ്ങൾ കണ്ട് ഭാരപ്പെടുന്നുണ്ടാകാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ തീ ചലിക്കാൻ തുടങ്ങിയാൽ ഒന്ന് ശുദ്ധീകരണം വരും. അതിൻ്റെ സ്വഭാവത്തിൽ, നിന്റെ ശരീരത്തിൽ കിടന്ന രോഗങ്ങളിൽ, നീ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുക. ആമേൻ. ജീവിതത്തിനകത്ത് ശുദ്ധീകരണം വരും. നിനക്ക് വിരോധമായി നിൽക്കുന്ന രോഗങ്ങളാകുന്ന മുള്ളും പറക്കാരെയും അത് നിന്നെ വിട്ട് മാറിപ്പോകും. പൈശാചികന്റെ തന്ത്രങ്ങൾ നിന്നെ വിട്ട് മാറിപ്പോകും. എന്താ കാരണമെന്നറിയാമോ? തീക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഈ യാതൊരു ശക്തികൾക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത് പറഞ്ഞു ശുദ്ധീകരണത്തിന്റെ തീയ. രണ്ടാമത് പറഞ്ഞു, സമയോട് ഞാൻ ഇപ്പൊ നിർത്തുക. രണ്ടാമത് പറഞ്ഞു, ഹല്ലേലൂയ, ഇത് ആകർഷിക്കുന്ന തീയ. ഈ തീ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റുള്ളവരെ ആകർഷിക്കും. മൂന്നാമത്തെ കാര്യം, ഈ തീ വന്നു കഴിഞ്ഞാൽ ചില നിയോഗങ്ങൾക്കായി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഇത് ചില നിയോഗങ്ങൾക്കായി ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കുക. ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയും, സിസ്റ്റർ ഞാനൊരു സാധാരണ വിശ്വാസിയാണ്. ഞാൻ പറയും, ദൈവിക നിയോഗമില്ലാത്ത ഒരൊറ്റ മനുഷ്യനും ഈ ഹാളിനകത്തില്ല. ഒരൊറ്റ മനുഷ്യനും ഈ ശബ്ദം കേൾക്കത്തില്ല. ദൈവിക നിയോഗമില്ലാത്ത ദൈവത്തിന്റെ പ്ലാൻ, നിങ്ങളുടെ മേലൊരു ദൈവത്തിന്റെ പ്ലാൻ ഉള്ളത് കൊണ്ട് ഇന്ന് നിങ്ങൾ ഈ ശബ്ദത്തിന്റെ മുൻപിലായിരിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയെങ്കിലും നിങ്ങളിലൂടെ കർത്താവിലേക്ക് വരട്ടെ. അപ്പൊ നിങ്ങൾ പറയും, സിസ്റ്റർ എന്നെ കൊണ്ട് ഒറ്റ മനുഷ്യരോട് സുവിശേഷം പറയാനൊക്കത്തില്ല. നിങ്ങൾ പറയണ്ട, കർത്താവിനെ സ്നേഹിച്ച് ജീവിച്ചാൽ മതി. കാരണം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നിങ്ങൾ കർത്താവിനോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ ചലിക്കുന്നത് കാണുമ്പോ ജാതികൾ ചോദിക്കും, ഇതെങ്ങനെ സംഭവിച്ചുവെന്ന്. അവർ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കയറി വരും. നിങ്ങളെ നിർത്തുന്നത് മനുഷ്യന്റെ ശക്തി ആയിരിക്കത്തില്ല, നിങ്ങളെ നിർത്തുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമായിരിക്കും. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇത് 3 എവിടെ സംഭവിച്ചെന്ന് അറിയാമോ? മർക്കോസിന്റെ മാളികയിൽ സംഭവിച്ചു. അന്ന് വന്നു പോയിരുന്ന തീയ മോശയ്ക്ക് വേണ്ടി മുൾപ്പടർപ്പിൽ വന്നു. മോശ മുൾപ്പടർപ്പിനാൽ കത്തിയിരുന്ന തീയാൽ ആകൃഷ്ടനായി ദൈവത്തുങ്കിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ ചെരുപ്പിനെ എറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. അവൻ 1 ആകർഷിച്ചു, ദൈവത്തിങ്കിലേക്ക് ആകർഷിച്ചു. 2 അവൻ ശുദ്ധീകരണം നടന്നു. മൂന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ നിയോഗത്തെ കൊടുത്ത് മോശയെ ദൈവം അയച്ചു. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്, സമയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പുതിയ നിയമ കാലഘട്ടത്തിന് വേണ്ടി ആ തീ വന്നു. എവിടെന്നറിയാമോ? മർക്കോസിൻ്റെ മാളികയിൽ. യേശു എന്താ പറഞ്ഞേ? ഞാൻ തീ ഇടാനാ വന്നേ, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. എപ്പോഴാ കത്തിയെന്നറിയാമോ? കർത്താവ് തൻ്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് അവൻ പിതാവിലേക്ക് എടുത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. ശക്തി വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേലെ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിൽ, യഹൂദയിൽ, ശമര്യയിൽ, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. ഹല്ലേലൂയ. ഈ ശക്തിയാണ് ആത്മാവിൻ്റെ അഗ്നിയുടെ ശക്തി. ഇവർ മാർക്കോസിന്റെ മാളിക മുറിയിൽ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോ വചനം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ഇവർക്ക് വേണ്ടി സ്വർഗ്ഗം ആ തീയെ അയക്കുകയാണ്, തീയെ കത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ കാത്തിരിക്കുക. പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ കാത്തിരിക്കുന്ന സമയത്ത് വചനം പറയുന്നു,
ആമേൻ. ദൈവത്തിൻ്റെ തീ, ദൈവ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരാൻ തുടങ്ങി. എങ്ങനെ? പിളർന്ന അഗ്നി നാവ് പോലെ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ഓരോരുത്തൻ്റെ മേൽ നെറ്റിമേൽ പതിഞ്ഞു. എന്താ പതിഞ്ഞേ? തീയ പതിഞ്ഞേ. കത്തിക്കാൻ വലിയ ആമേൻ ഒരു ഫയർ, എന്താ പറയാം, വലിയ ഇത് കൊണ്ടുവരണമെന്നില്ല, ഉൽക്ക വന്ന് വീഴണമെന്നില്ല. വലിയ കാട് കത്തിക്കാൻ എന്ത് മതി? ഒരു കുഞ്ഞ് തീപ്പെട്ടി കൊള്ളി കൊണ്ട് വലിയതിനെ കത്തിക്കാൻ പറ്റത്തില്ലേ? ഒരു കുഞ്ഞ് സ്പാർക്ക് കൊണ്ട് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നില്ലേ? ആ ഗ്യാസ് നമ്മുടെ ദേമേറ്റ് വെച്ചാൽ അന്ന് സംഭവിക്കോ? കരിയത്തില്ല. പക്ഷെ ആ സ്പാർക്ക് മതി ആ ഗ്യാസ് കത്തിക്കാൻ. ഹല്ലേലൂയ. ചെറിയൊരു കൊള്ളി മതി ചിലതിനെ കത്തിക്കാൻ. അന്ന് പിളർന്നിരിക്കുന്ന അഗ്നിനാവ് പോലെ അവരുടെ മേലെ തീ വന്നു. ഒന്ന് തീ വന്നപ്പോൾ ശുദ്ധീകരണം നടന്നു. അന്ന് വരെ പേടിച്ചുകൊണ്ടിരുന്ന പത്രോസ് ഹല്ലേലൂയ ശക്തിയുള്ളവനായി മാറി. തൻ്റെ ജീവിതത്തിൽ കിടന്ന അശുദ്ധി തള്ളി പറഞ്ഞതിൻ്റെ കുറവുകളും കുറ്റങ്ങളെല്ലാം കർത്താവ് തന്നിൽ ദഹിപ്പിച്ചു കളഞ്ഞിട്ട് ശക്തിയോടെ പത്രോസിനെ എഴുന്നേൽപ്പിക്കുക. ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ. എൻ്റെ കൂടെ ഉണ്ടോ? ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ. ഹല്ലേലൂയ. അവിടെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. വചനം പറയുന്നു, പെന്തക്കോസ് ആ ഉത്സവത്തിന് വേണ്ടി യെരൂശലേമിൽ വന്നു കൂടിയിരുന്ന സകല പേരും എവിടെ വന്നു? മർക്കോസിന്റെ മാളികയുടെ ചുറ്റിലും വന്നു. ഹല്ലേലൂയ. ആകർഷിക്കും. മൂന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, നിയോഗത്തോടെ അവരെ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഇതിനകത്തൊരു ദൈവത്തിന്റെ അഗ്നി പകരപ്പെട്ടാൽ ഈ 3 കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ മേൽ വാസ്തവമായി ഈ അഗ്നിയെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ റിസീവ് ചെയ്യുന്നെങ്കിൽ ഈ 3 കാര്യങ്ങൾ നടക്കും. 1, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. 2, നിങ്ങളിലൂടെ മറ്റുള്ളവർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടും. 3, നിങ്ങളുടെ മേലൊരു അസാധാരണ നിയോഗം വന്ന് വീഴും. ഹല്ലേലൂയ. നിങ്ങളൊരു സാധാരണ വ്യക്തിയായിരിക്കാമെന്ന് ഒരു വിശ്വാസി പോലെ ഇരിക്കുന്നുണ്ടാകാം. പക്ഷെ സ്വർഗം ആഗ്രഹിക്കുന്നത് ഇപ്പോഴേ ആ തീ നിങ്ങളിൽ കത്തണമെന്ന. ഈ തീ നിങ്ങളിൽ കത്തണം. ഈ തീക്കൊരു പ്രത്യേകത ഉണ്ട്. എവിടെയെങ്കിലും ഒരിടത്ത് കത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളെന്ന ഒറ്റ വ്യക്തിയിൽ കത്തിയാൽ മതി, വീട് മുഴുവനും മാനസാന്തരപ്പെടും, വീട് മുഴുവനും രൂപാന്തരപ്പെടും, വീട് മുഴുവനും അത് പകരും, വീട് മുഴുവനും അത് നിറയും. നിനക്ക് വിരോധമായി കിടക്കുന്ന ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ദൈവം പകരും. ചിലതിനെ ജയിപ്പാൻ ദൈവിക അഭിഷേകത്തിന്റെ അഗ്നിയെ സ്വർഗം നിങ്ങളുടെ മേൽ പകരാൻ ആഗ്രഹിക്കുക. സ്വർഗം പറയാ, ഭൂമിയിൽ തീയിടാനാ ഞാൻ വന്നേ, തീയിടാനാ ഞാൻ വന്നേ. അത് കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു, ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലാതെ ഞാൻ എന്തിച്ചിക്കേണ്ടോ? കർത്താവ് തീയിട്ടയ്ക്കുക. ഇനി കർത്താവിന് ഒരാഗ്രഹം കൂടുണ്ട്. ആ അഗ്നി നമ്മളിൽ ഓരോരുത്തരിലും കത്തണം. ഹല്ലേലൂയ. ഇത് നിങ്ങളിൽ കത്തിയാൽ നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടും. കാരണം തീക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചൂട് പിടിക്കുന്ന അടുത്തതിനൊക്കെ വിഴുങ്ങും. ഒരു റൂമിനകത്ത് ചൂട് തീയിട്ടാലും അതിൻ്റെ ചൂട് ചുവരിലൂടെ എന്ത് ചെയ്യും? അപ്പുറത്തടിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മളിൽ തീ കത്തണമെന്ന. എത്ര പേര് ആഗ്രഹിക്കുന്നു, കർത്താവേ എന്നിൽ ആ തീ കത്തണം, എന്നിൽ അശുദ്ധിചാരമായിട്ട് ആമേൻ കർത്താവിന് വേണ്ടി തിളങ്ങുവാൻ, കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. പറയാൻ പറ്റുമോ കർത്താവിനോട്? ഈ അഗ്നി എൻ്റെ മേൽ കത്തണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഈ അഗ്നി എൻ്റെ മേൽ കത്തണം. അശുദ്ധിയെ ചാരമാക്കുന്ന ഹല്ലേലൂയ എന്നെ ശക്തിയോടെ ദൈവരാജ്യത്തിൻ്റെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ആ ദൈവത്തിൻ്റെ തീ എൻ്റെ മേൽ കത്തണം. മർക്കോസിൻ്റെ മാളികയിൽ ഇറങ്ങി വന്നതുപോലെ ആ ദൈവത്തിൻ്റെ അഗ്നി എൻ്റെ മേൽ കത്തണം. ഒരു നിമിഷം കണ്ണുകളെ മൂടാം, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. കർത്താവിന് വേണ്ടി കത്തുന്നവരായി നമ്മൾ മാറണം, ജ്വലിക്കുന്നവരായി. നിങ്ങളുടെ ഭവനത്തിനകത്ത് വ്യക്തികളുടെ മാനസാന്തരം, കുഞ്ഞുങ്ങളുടെ മാനസാന്തരം, കുഞ്ഞുങ്ങളുടെ വിഷയം, നിങ്ങളുടെ വിഷയം, ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടാകാം. ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഞാൻ മനുഷ്യൻ്റെ മുഖത്തേക്കല്ല നോക്കുന്നത്, അങ്ങയുടെ അഗ്നി എൻ്റെ മേൽ കത്തണം. അങ്ങയുടെ അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി. ഈ അഗ്നി വന്നാൽ ഒന്നാമത് വരുന്ന ശുദ്ധീകരണമാണ്. ഈ ശുദ്ധീകരണം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന
ആമേൻ, വിരോധമായി കിടക്കുന്ന ചില മണ്ഡലങ്ങൾ നിങ്ങളിൽ നിന്ന് മാറുമ്പോൾ നിങ്ങൾ ശോഭിക്കാൻ തുടങ്ങുക. ചില പൈശാചികന്റെ മണ്ഡലങ്ങൾ, നിന്റെ നന്മയെ, അനുഗ്രഹത്തെ, ഉയർച്ചയെ തടയുന്ന ചില മണ്ഡലങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, നിങ്ങളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നിങ്ങൾ ജ്വലിക്കാൻ, നിങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങും, തിളങ്ങാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ, കർത്താവേ അങ്ങയുടെ അഗ്നി എന്നിൽ കത്തണം, അങ്ങയുടെ അഗ്നി എന്നിൽ കത്തണം, അങ്ങയുടെ അഗ്നി എന്നിൽ കത്തണം. വിരോധമായി കിടക്കുന്ന മണ്ഡലങ്ങൾ, അശുദ്ധികൾ എന്ന് ചാരമായി പോകണം. മുള്ളും പറക്കാരെയും കത്തിമാറണം. എന്റെ ജീവിതത്തിനകത്ത്, ഞാൻ എന്ന വ്യക്തിക്കകത്ത് വിരോധമായി ചലിക്കുന്ന മണ്ഡലങ്ങൾ അത് ഉടഞ്ഞു മാറണം. രൂപാന്തരപ്പെടുത്തുന്ന, ജയത്തോടെ നിർത്തുന്ന, ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം സ്വർഗം അയക്കുകയാണ്. പകൽക്കാലം എത്ര പേർ കഥാവേ അങ്ങയുടെ അഗ്നി എന്റെ മേൽ കത്തണം. കർത്താവേ നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ എനിക്ക് വിരോധമായി കിടക്കുന്ന മണ്ഡലങ്ങളെ കരിച്ചു കളഞ്ഞിട്ട് കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ അഗ്നി എന്റെ മേൽ അയക്കണമേ. ശബല ധുരബലബ ശദരബലബ. ഓ കർത്താവേ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ എന്നെ അശുദ്ധിയെല്ലാം കത്തിമാറണം. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടണമേ. വായി തുറന്ന് പറഞ്ഞേ, കർത്താവേ അങ്ങയുടെ അഗ്നി എന്റെ മേൽ കത്തണം. ഓ കർത്താവേ നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ ഞങ്ങളുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട വചനം, കർത്താവേ ആമേൻ, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു. അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്തിച്ഛിക്കേണ്ടു എന്ന് കർത്താവ് പറയുന്ന വചനം. കർത്താവേ ആ വചനം ഇന്ന് പകൽക്കാലം ദൈവജനത്തിന് വേണ്ടി സ്വർഗം ആമേൻ ആഗ്രഹിക്കുമ്പോൾ ഓരോ വ്യക്തികളുടെ മേലും ആ അഗ്നി കത്തിയിറങ്ങട്ടെ. കർത്താവേ ഒരു പുതിയ ശക്തിയോടെ, ഒരു പുതിയ അഗ്നിയോടെ ഇന്ന് പകൽക്കാലം ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ കർത്താവേ മക്കളെ സഹായിക്കണം. ദൈവിക ബലം ഇവരുടെ മേൽ പകരണമേ. ആ അഗ്നിയെ ചുമക്കുന്നവരായി അവരുടെ ഭവനങ്ങൾക്കകത്ത്, അവരുടെ ദേശങ്ങൾക്കകത്ത് അവരുടെ തല ഉയർത്തട്ടെ. അത് വിടുതലിലേക്ക്, അനുഗ്രഹത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരട്ടെ. കുടുംബങ്ങൾ മാനസാന്തരപ്പെടട്ടെ. ദേശങ്ങൾ ഈ അഗ്നിയോ ദൈവത്തിന് വേണ്ടി പിടിക്കപ്പെടട്ടെ. കർത്താവേ മഹത്വം ചലിക്കണം. കരങ്ങളിലേക്ക് തരുന്നു. കൃപയിൽ അവിടെ നിന്ന് സൂക്ഷിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ആമേൻ.